അപ്പൊ 2014 ഇന്ത്യ അതിനെ കുറിച്ചൊരു ഫ്ലാഷ് ബാക്ക് ചെയ്യുമ്പോൾ, ഓർമ്മിക്കുമ്പോൾ, ഇന്നത്തെ നമ്മുടെ കേരള നാടിന്റെ സ്ഥിതി 2014 ഇന്ത്യയുടെ സ്ഥിതിയും ഒരു വ്യത്യാസമില്ല. എന്തായിരുന്നു 2014 ഇന്ത്യയുടെ സ്ഥിതി? അഴിമതി, 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 വിലക്കയറ്റം, ഏറ്റവും ഇന്ത്യയുടെ ഹിസ്റ്ററിയിലെ ഏറ്റവും ഹയസ്റ്റ് വിലക്കയറ്റം, ഇൻഫ്ലേഷൻ, തൊഴിലില്ലായ്മ, അൺഎംപ്ലോയ്മെന്റ്. 2014 ഇന്ത്യനെ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ ഇന്ത്യ ഏറ്റവും ദുർബലമായ 5ാമത്തെ ഇക്കോണമി ആയിട്ട് ലോകത്തിലെ ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും, IMF ആണോ വേൾഡ് ബാങ്ക് ആണോ, അങ്ങനെയായിരുന്നു അവര് കണ്ടിട്ടുണ്ട്. നിക്ഷേപം ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞ മാതിരി അൺഎംപ്ലോയ്മെന്റ് റെക്കോർഡ് ഹൈ ആയിരുന്നു. അഴിമതി എന്ന് പറഞ്ഞ ഒരു നോൺ സ്റ്റോപ്പ് അഴിമതിന്റെ ഒരു സിസ്റ്റം. പിന്നെ ഭീകരവാദം, ടെററിസം വരുമ്പോൾ ഇന്ത്യന്റെ ദുർബലമായ ഒരു റെസ്പോൺസ്. ഇത് ഓർമ്മ വെക്കണം. ആ 26/11 നടന്നപ്പോൾ അന്നത്തെ UPA സർക്കാർ പറഞ്ഞത് ഇത് പാകിസ്ഥാനി ടെററിസ്റ്റ് ആയിരുന്നില്ല, ഇത് RSS ചെയ്ത ഒരു ടെററിസം ആക്ട് ആയിരുന്നു. ജനങ്ങളെ വിഡ്ഢിയാക്കാൻ ആ 10 കൊല്ലം ഇപ്പോ ചരിത്രത്തിൽ അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ഫ്രേസ് ഉണ്ട്, ദ ലോസ്റ്റ് ഡെക്കേഡ്, നഷ്ടപ്പെട്ട ദശകം. അതിനെ നോക്കുമ്പോൾ ഇന്ന് നമ്മുടെ നാട് കേരളത്തിന്റെ സ്ഥിതി നോക്കുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്. കടയില്ലെങ്കിൽ ഇവിടെ സർക്കാരിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആശാ വർക്കേഴ്സ്, KSRTC, പെൻഷൻ, സർക്കാർ ഉദ്യോഗസ്ഥന്റെ പെൻഷൻ അത് കൊടുക്കാൻ കാശില്ല.